പക്ഷെ അങ്ങനെ വ്യത്യസ്തമായിട്ട് തോന്നുമ്പോ എന്നെ കണ്ട് അന്നത്തെ പറഞ്ഞ ഇപ്പോഴും യാതൊരു മാറ്റമില്ല. പറഞ്ഞ് പുറത്തു നിന്നിട്ടേ ടീച്ചർ ക്ലാസ്സിൽ കയറിയ ടീച്ചറാണെങ്കിൽ എപ്പോഴും ചിരിച്ച മുഖത്തോട് ചിരിച്ചിനെ വർത്താനം പറയുന്നത് ശബ്ദം കേട്ടപ്പോൾ ഇപ്പോഴും എന്റെ പിള്ളേർക്ക് അത് പേടിയാണ്. പക്ഷെ സ്നേഹമാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ ആരും കുട്ടികളൊന്നും പറയാറില്ല, വളരെ ഇത് തന്നെയാണ്. പക്ഷെ അവർക്ക് എന്നെ പേടിയാണ്. അപ്പൊ ഞാൻ എന്റെ രൂപം കൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഞാനൊരു സ്പീച്ച് രൂപത്തിലല്ല, എല്ലാവരും കണ്ട എക്സൈറ്റ്മെന്റ്. അതുപോലെ തന്നെ ഇവിടെ കുറെ പേരൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ ഓരോരുത്തർ എന്താ വെച്ചാല് ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡ് വെറ്റിനറി കോളേജിലെ പ്രൊഫസറാണ് മണ്ണുത്തി. ഇപ്പോൾ ആളിവിടെ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഹൈദരാബാദിലാണ്. എൻ്റെ മകള് അമല മെഡിക്കൽ കോളേജിൽ 3rd ഇയർ പഠിക്കുകയാണ് മെഡിസിന്. പിന്നെ എനിക്കൊരു മകൾ തന്നെയുള്ളൂ, വേറെ മക്കളൊന്നുമില്ല. ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. മകള് വന്നിരുന്നു. അപ്പോൾ അവൾക്കൊരു മടി, എങ്ങനെയാണ് എന്താണ്. ഞാൻ അമ്മയെ കൊണ്ടുവിട്ടിട്ട് പോവാം. പിന്നെ അവർ താഴെ നിന്നു, ഞാൻ ചെന്നു പറഞ്ഞു അവിടെ ആരുമില്ല മോളെ, കുറച്ച് പേരേ ഉള്ളൂ, വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കയറി വന്നെന്ന് ഹായ് എന്ന് പറഞ്ഞിട്ട് അവൾ ഓടിപ്പോവാണ് ചെയ്തു. അവർക്കൊരു മടി, ആരെയും പരിചയമില്ലാത്തതുകൊണ്ട്. പിന്നെ എപ്പോഴും വിളിച്ചു ചോദിച്ചു അമ്മയെ കുഴപ്പമൊന്നുമില്ല, അമ്മ തന്നെ വന്നാൽ മതി, എനിക്ക് പറ്റില്ല മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലൈബ്രറിയിലേക്ക് പോയി, പബ്ലിക് ലൈബ്രറി. പിന്നെ കൂടെ വരാനൊന്നും ആരുമില്ല. അപ്പൊ അങ്ങനെ ഓരോരുത്തരും അവരുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കാനായിട്ട് വേണം തോന്നുന്നു. അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, പരിപാടി നടത്തിയ സന്തോഷം. ബാക്കി എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തും. താങ്ക് യു. സന്തോഷം.